അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ. അത് പാർട്ടിക്കകത്ത് പറയും. പാർട്ടിയെ സ്നേഹിക്കുന്ന പാർട്ടി ബന്ധുക്കളോടും ആവശ്യപ്പെട്ടാ പറയും. പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ്? ഇത് പൊതുജനങ്ങളിലാണ്. പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ പാർട്ടി. അല്ല പാർട്ടി വെള്ളം കയറാത്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി വേറെ അവിടെ നിൽക്കുന്ന ഒരു സമാന്തര ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ലല്ലോ. ഉദ്ദേശിച്ച നിങ്ങൾ ഈ പറയുന്ന കണക്കല്ലേ പുണ്യപരീക്ഷ കൊടുത്തിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ എത്ര സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, എത്ര ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്, എന്ത് ത്യാഗമാണ് കുഞ്ഞികൃഷ്ണൻ നയിച്ചിട്ടുള്ളത്. അല്ല, കുളം തോണ്ടാൻ തൂമ്പായും കൂന്താലിയും ഒന്നും കൊണ്ടുവന്നിട്ടില്ലയോ? ഇല്ലെങ്കിൽ മുതലാളിയും തൊഴിലാളിയും കൂടെ ഇറങ്ങി അങ്ങോട്ട് തോണ്ട്. താൻ തോണ്ടിയാ വെള്ളം കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഒരാളെ ഒരു ലോക്കൽ കമ്മിറ്റിയിലെ അംഗമായി പോലും ഒരു ബ്രാഞ്ച് മെമ്പറായിട്ട് പോലും നിലനിർത്താൻ കൊള്ളാത്ത ഒരാളെ എന്തിനാണ് ലോക്കൽ കമ്മിറ്റിയിൽ എടുത്തത്? പരമായി ആക്ഷേപിക്കുന്ന ജയരാജ് എത്ര സമരത്തിൽ പങ്കെടുത്തു, എത്ര ത്യാഗം ചെയ്തു, എത്ര പ്രാവശ്യം ജയിലിൽ പോയി? രാത്രിയിൽ മലബാറിൽ നിന്ന് വരണ ഏതോ ലോറിയിൽ അണ്ടിച്ചാക്കും പ്രതീക്ഷിച്ച് അടിവാരത്തിൽ റോട്ടിന്റെ മൂലയ്ക്ക് നിന്ന് നിനക്ക് ചാക്ക് മാറി കിട്ടിയത് പൂത്ത പണച്ചാക്കല്ലേടേ. ഈ ഫണ്ട് പിരിക്കുന്ന എവിടെ നിന്നാണ്? ഇത് പൊതുജനങ്ങളിലാണ്. പാർട്ടി എന്ന് പറയുന്നത് പൊതുജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണല്ലോ പാർട്ടി. അല്ല പാർട്ടി വെള്ളം കയറാത്തൊരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റായി വേറെ അവിടെ നിൽക്കുന്ന ഒരു സമാന്തര ചന്ദ്രനിൽ പ്രവർത്തിക്കുന്ന സംവിധാനമല്ലല്ലോ. ഇന്നലെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനത്തിൽ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഒന്നൊന്നായി തെറ്റാണ് എന്ന് സ്ഥാപിക്കലായിരുന്നില്ല കെ രാഗേഷ് ഉത്തരവാദിത്വം. അത് ചെയ്യുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട് വിയർക്കുന്ന സഖാവിനെ ഇന്നലെ കണ്ടത് ശ്രീ ജയരാജ്. നാണക്കേടാണ്. ഇനി യവന്മാരെങ്ങാനും ആണോ ചുവന്ന സോക്സ് ഇട്ട് എന്റെ വീട്ടിൽ കയറി? കുഞ്ഞികൃഷ്ണൻ റിട്ടയർമെന്റിന് ശേഷമാണ് പാർട്ടിയിലേക്ക് വന്നത്. 2010 ശേഷമാണ് പാർട്ടിയിലേക്ക് വന്ന ഒരാളാണ് ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന കഥാപാത്രം. ഞാൻ ആരാന്ന് ചോദിക്കാൻ നീ ആരാടാ? ആളുകളുണ്ടാവും. ഒരു ത്യാഗം സഹിക്കാത്ത ഈ കൊളരാത്തവൻ എന്ന് താങ്കൾ പറയുന്ന ആൾ ഇക്കാലം അത്രയും CPM ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കുകയായിരുന്നു. പോട്ടെ ഇനി അയാൾ കൊളരാത്തരാന്ന് വെക്ക്. അയാൾ വന്നിറങ്ങി പറയുകയാണ് നിങ്ങൾ രക്തസാക്ഷി ഫണ്ട് കട്ടുമുടിച്ചു എന്ന് പറയുകയാണ്. കട്ടുമുടിച്ചിട്ടില്ല, ദാ ഇത്ര പൈസ ഞങ്ങളുടെ ബാക്കിയുണ്ട് എന്ന് പറയാൻ ഉത്തരവാദിത്ത പാർട്ടിക്കുണ്ടെന്ന്. സംശയം പിന്നെയും ബലപ്പെടുന്നത്. ഇതിനകത്തുള്ള ഒരു വിഷയം എന്താ ആഷ്മി, ഇത് കുഞ്ഞികൃഷ്ണൻ ഇന്ന് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കുഞ്ഞികൃഷ്ണൻ ഈ ഓഡിറ്റിന്റെ പേരിൽ ഈ രസീത് കാണുന്നില്ല, മറ്റേത് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4 വർഷമായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞതിനകത്ത് പാർട്ടി അന്വേഷണം നടത്തി കണ്ടെത്തിയതിന്റെ ഭാഗമായിട്ട് കുഞ്ഞികൃഷ്ണൻ ഏരിയ സെക്രട്ടറി സ്ഥാനം നിന്ന് ഒഴിവാക്കി ബ്രാഞ്ച് തലത്തിലേക്ക് തരം താഴ്ത്തിയുണ്ടായി. ബ്രാഞ്ച് തലത്തിൽ അങ്ങനെ 9 മാസം ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ചെന്ന് പാർട്ടിയോട് ചെന്ന് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അങ്ങനെ ജില്ലാ കമ്മിറ്റി ഏരിയ സെക്രട്ടറി ആക്കി. കാര്യവൻ പുത്തേഴത്തെ കാര്യസ്ഥനായിരുന്നെങ്കിലും കളവിന് കൂട്ടേക്കാൻ എനിക്കാവില്ല. വി കുഞ്ഞികൃഷ്ണനെ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ പാർട്ടി പാരമ്പര്യം, അല്ലെങ്കിൽ അദ്ദേഹം റിട്ടയർ ആയിട്ട് വന്നു, എന്തോ സ്റ്റോക്കൊക്കെ ഷെയർ മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കി, റിയൽ എസ്റ്റേറ്റ്, എന്തൊക്കെ പച്ചക്കള്ളം പറഞ്ഞാലും ചോദ്യത്തിന് മറുപടി ഇല്ല പറ്റും. ഈ നാട് മുഴുവൻ ഞെട്ടുന്ന ഒരുപാട് കഥകൾ എനിക്ക് പറയാനുണ്ട്. പാർട്ടി നേതാവെന്ന പേരും പറഞ്ഞ് കള്ളംകുടം മുതൽ ദേവസ്വം ഭണ്ഡാരം വരെ കൈയിട്ട് നിൽക്കുന്ന ഇയാളുടെ വീരശൂര പരാക്രമങ്ങൾക്കിരയായി ഒരുപാട് പേരെ എനിക്കറിയാം.